രാഹുൽ ഈശ്വർ തന്റെ ജീവിതത്തിൽ അത്ര വില്ലൻ കഥാപാത്രമല്ല. പലപ്പോഴും രാഹുൽ എടുക്കുന്ന നിലപാടുകളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. എങ്കിലും രാഹുലിന്റെ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലുള്ള ആത്മാർത്ഥത അത് അംഗീകരിച്ചേ മതിയാകൂ. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ തന്റേതായ നിലപാടിൽ ഉറച്ച് രാഹുൽ ഈശ്വർ പൊരുതി. അത് ഒന്നൊന്നര പോരാട്ടമായിരുന്നു. രാഹുൽ ഈശ്വർ പൊരുതി നിന്നപ്പോൾ മറുവശത്ത് ചാനൽ അവതാരകരടക്കം നിലംപത്തി തന്റെ നിലപാടിന് മുന്നിൽ പലതും ചിതറി. ഒരു വേള പോലീസ് സംഘം പോലും രാഹുൽ ഈശ്വറിന്റെ നിലപാടിനെ ഭയപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിയുയർത്തിയ ഈ കേസുകളുടെ കൂമ്പാരം രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തട്ടി തെറിപ്പിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. രാഹുൽ ഈശ്വർ ജയിലറയ്ക്കുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ തൊട്ടു പിന്നാലെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ കളം നിറഞ്ഞു നിന്നു. ദീപയുടെ ചോദ്യവും സമാനമായിരുന്നു. എന്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തു? രാഹുൽ എന്ത് അധിക്ഷേപമാണ് നടത്തിയത്? ഏത് സെക്ഷലി എക്സ്പെക്റ്റഡ് വേർഡാണ് എന്റെ ഭർത്താവ് പറഞ്ഞത് എന്ന മാധ്യമ പ്രവർത്തകരുടെ മുഖത്തു നോക്കി ദീപ രാഹുൽ ഈശ്വർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അതിനുത്തരം പറയാൻ മാധ്യമ പ്രവർത്തകർക്ക് പോലും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രാഹുൽ ഈശ്വർ മറുവശത്ത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇവിടെ ചില തമാശകളുണ്ട്. രാഹുലിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 5ാം പ്രതി മാത്രമാണ് രാഹുൽ ഈശ്വർ. ഈ കേസിലെ 1, 2, 3, 4 പ്രതികൾ മറ്റുള്ളവരാണ്. ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അകത്തിടാനോ ഉള്ള ആർജവം ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്നില്ല. കാരണം പൊതുബോധം തങ്ങൾക്ക് എതിരാകുമോ എന്ന് പോലീസ് ഭയക്കുന്നു.